ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഒരിക്കൽ കൂടി ഒരു ദുഃഖവെള്ളിയുടെ ഓർമ്മ. നമുക്കറിയാം, ഈശോയെ ക്രൂശും താങ്ങി പോയ നിൻ്റെ ഓർമ്മകൾ, ആ കുരിശിൻ്റെ വഴി, കുരിശിൽ മരിച്ചവനെ, കുരിശാല വിജയം വരിച്ചവനെ, ആ ഗാനശീലകളൊക്കെ മനസ്സിലേറ്റുവാങ്ങിയ ദുഃഖവെള്ളിയുടെ ഓർമ്മ ദിനങ്ങൾ. ഇന്നും നമ്മൾ ഒരു ഓർമ്മയുടെ വഴിയിലാണ്. പാടുവീടുകളേറ്റ് ക്രൂശിതനായ ദൈവപുത്രൻ്റെ ആ ദുഃഖവെള്ളിയുടെ സ്മരണ നമ്മൾ ഒന്നു ചേർന്നിന്ന് ആ സ്മരണകളെ പാടി പ്രകീർത്തിക്കുകയാണ്. ഇന്ന് വിശേഷവിധിയായി നമുക്ക് സ്നേഹ സന്ദേശം നൽകുവാൻ എത്തിയിരിക്കുന്നത് കോതമംഗലം രൂപതയുടെ ആദരണീയനായ വികാരി ജനറൽ മോൺസിഞ്ഞോർ ഡോക്ടർ പയസ് മലയക്കണ്ടത്തിൽ അച്ഛനാണ്. പ്രിയരെ, ഈ ദുഃഖവെള്ളിയുടെ സ്നേഹസ്മരണകൾ ഗീതങ്ങളായി, സ്നേഹ സന്ദേശങ്ങളായി ഹൃദയത്തിലേറ്റുവാങ്ങുവാൻ നമുക്ക് പ്രാർത്ഥനാപൂർവം ഒരുങ്ങാം. അച്ഛൻ്റെ ഓർമ്മയിൽ ബാല്യത്തിൻ്റെ വഴിത്താരകളിൽ മുന്നേറിയപ്പോൾ മുതൽ ഈ ദുഃഖവെള്ളിയുടെ ഓർമ്മകൾ എങ്ങനെയാണെന്ന് ഒന്ന് പങ്കുവയ്ക്കുന്നത് നല്ലതാണ്. ദുഃഖവെള്ളിയാഴ്ചകൾ ദുഃഖത്തിൻ്റെയും കയ്പുനീരിൻ്റെയൊക്കെ ചിന്തകളുമായിട്ടാണ് ബാല്യകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കടന്നു വരിക. നീണ്ട പാടുപീഠകളുടെ പ്രാർത്ഥനകൾക്ക് ശേഷം കയ്പുനീര് തരികയും കയ്പുനീര് കൊടുക്കുകയും ചെയ്യുന്ന കുട്ടികളുടെ ഒരു ലോകത്തിലുള്ള മനസ്സിലാക്കലുണ്ട്. അത് എല്ലാവരുടെയും ഓടിച്ചെത്തിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച നാളുകൾ, അതിനുശേഷം അത് കുടിച്ച നാളുകൾ, ശബ്ദം ഉയർത്തി സംസാരിക്കുമ്പോൾ ശബ്ദം കുറയ്ക്കണം, നിശബ്ദമായിരിക്കണം എന്ന് വീട്ടിൽ അപ്പച്ചനും അമ്മച്ചയും പറഞ്ഞ നാളുകൾ. നിശബ്ദയുടെ ഒരു ദിവസം, പിന്നെ കയ്പിൻ്റെ അനുഭവമുള്ള ദിവസം. ഞാൻ മോക്ഷ ഇടവക്കാരനാണ്. അപ്പം ടൗണിൽ കൂടിയാണ് പരിഹാര പ്രദക്ഷിണം. അന്ന് നിക്കറിട്ട നാളുകളിൽ മണലും മെറ്റിലൊക്കെ ഉള്ള റോഡിൽ നമ്മൾ മുട്ടുകുത്തുമ്പോഴുണ്ടാകുന്ന ആ ഒരു വേദനയുടെ പങ്കുചേരലിലുള്ള ഒരു അനുഭവങ്ങൾ, ഇതെല്ലാം ചെറുപ്പകാലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് ദുഃഖവെള്ളിയായിട്ട് ബന്ധപ്പെട്ട് മനസ്സിൽ വരിക. അതിങ്ങനെ സമയമെടുത്തുള്ള ഒരു കുരിശിൻ്റെ വഴിയാണ്. പ്രാർത്ഥിച്ച് കുറേ നേരം ചെന്ന് നമ്മൾ ഓരോ സ്ഥലത്ത് എല്ലാം മുട്ടുകുത്തുകയും, എല്ലാവരും പ്രായഭേദമന്യേ എല്ലാവരും മുട്ടുകുത്തുകയും ആ ആചാരം അനുഷ്ഠിച്ചിട്ട് വീണ്ടും നടക്കുകയും ചെയ്തുകൊണ്ട് ആ നടത്തിയ ഓർമ്മ മനസ്സിൽ നിറഞ്ഞു നിൽപ്പുണ്ട്. അത് ചെറുപ്പത്തിൽ കിട്ടിയൊരു അനുഭവം ഓർമ്മയാണ്. അന്ന് അത്രയും ദൈവശാസ്ത്രമൊന്നും അറിയില്ല. അറിയാവുന്ന ഒന്നാണ്, ഈശോയുടെ വഴി കൂടെ നടക്കുന്നു, കുരിശിൻ്റെ പാതയിലൂടെ നടക്കുന്നു. 14 സ്ഥലങ്ങളിൽ ഈശോ അനുഭവിച്ച വേദനകളും പാടുപീടുകളൊക്കെ ഓർമ്മിക്കുന്നു. ഇന്നാണെങ്കിൽ അതെല്ലാം നമ്മുടെ കുരിശുകളും ഈശോയുടെ കുരിശോടൊപ്പം ചേർത്ത് വെച്ച് ഓരോ സ്ഥലങ്ങളിലും മനുഷ്യൻ്റെ ഓരോ ഘട്ടത്തിൽ അനുഭവിക്കുന്ന വേദനകൾ ചേർത്ത് വെച്ച് നടക്കുന്ന ഒരു യാത്രയെ ചിന്തിച്ചിട്ടൊക്കെ നമ്മൾ നടത്തുകയുള്ളൂ. പക്ഷെ അന്ന് ആ അറിവിൻ്റെ ഒരു പരിമിതിയിൽ നിന്നുകൊണ്ട് ആ കൂട്ടത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തിയ ആ കുരിശിൻ്റെ വഴികൾ, സമയമെടുത്തുള്ള കുരിശിൻ്റെ വഴി, അതൊക്കെ ഓർമ്മിക്കുക. പ്രിയമുള്ളവരെ, കുരിശിൻ്റെ വഴിത്താരയിൽ നീങ്ങുമ്പോൾ മണലിൽ മുട്ടുകുത്തി ത്യാഗമെടുത്തുള്ള ആ ശ്ലീവാപാത, അതൊക്കെ പഴയ ഓർമ്മകളാണ്. തീർച്ചയായും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ ഓർമ്മകളിൽ ദുഃഖവെള്ളിയുണ്ട്, പെസഹായുണ്ട്, ഓശാന ഞായറുണ്ട്, സമാഗതമാകുന്ന ഉത്ഥാനത്തിൻ്റെ ഓർമ്മകളൊക്കെയുണ്ട്. നമുക്ക് ഈ ദുഃഖവെള്ളിയിൽ ദൈവപുത്രൻ്റെ ഈ ക്രൂശീകരണ ഓർമ്മയിൽ ഒരു ഗാനം പാടി ആ സ്മരണയെ പുതുക്കാം. പ്രാർത്ഥനയോടെ നമുക്ക് ഗാനം ശ്രവിക്കാം.
എവിടെയൻ സ്നേഹിതർ, എവിടെയൻ ശിഷ്യന്മാർ, ഏകനായിരുന്നു ഞാൻ മരിക്കുന്നുവോ? ചുംബനം തന്നു നീ 30 കാശിനായി ഒറ്റിക്കൊടുത്തുവോ എന്നെ നീ? സ്നേഹിക്കാൻ പറഞ്ഞൊരീ ഗുരുവിനെ ഇന്നു നിൻ സ്നേഹത്തിൻ ചുംബനത്താൽ വഞ്ചിച്ചുവോ? കുറ്റമില്ലാത്തൊരൻ രക്തത്തിൻ വിലയാൽ വാങ്ങിയോ നീ നിൻ സമ്പാദ്യം? കുറ്റമില്ലാത്തൊരൻ രക്തത്തിൻ വിലയാൽ വാങ്ങിയോ നീ നിൻ സമ്പാദ്യം? വത്സമൻ തേങ്ങിയോ ഘോരമാ ബീജികളാ? കൂടെയായി നടന്നവർ കൈവെടിഞ്ഞു പാതി വഴിയിൽ. ചാട്ടകൻ മുറിവിനാൽ രക്തം വാർന്നൊഴുകി കണ്ണീരിൻ ധാരയിൽ അലിഞ്ഞു ചേർന്നു. മുറിയുന്ന വേദനയിൽ ഒഴുകുന്ന രുധിരത്തിൽ കണ്ടു ഞാൻ ഗോൽഗോഥാ മലമുകളും മനുഷ്യകുലത്തിന്റെ പാവങ്ങളേറ്റു ഞാൻ മരണത്തിൻ വേദനയാൽ പിടയുന്നു. ഹൃദയമുടഞ്ഞു അലറിക്കരഞ്ഞു നിങ്ങൾക്കായി ഞാനെൻ ജീവൻ വെടിഞ്ഞു. ഹൃദയമുടഞ്ഞു അലറിക്കരഞ്ഞു നിങ്ങൾക്കായി ഞാനെൻ ജീവൻ വെടിഞ്ഞു. ഗത്സമൻ തേങ്ങിയോ ഘോരമാ ബീജികളാ? കൂടെയായി നടന്നവർ കൈവെടിഞ്ഞു പാതി വഴിയിൽ. പിടയും നേരത്തും
നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരവസ്ഥ ഈ ഗാനത്തിലൂടെ നമ്മൾ ശ്രവിച്ചു, അല്ലെങ്കിൽ തിരിച്ചറിയുകയാണ്. ഒന്ന് കരയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. പ്രിയരെ, ഗോൽഗോഥാമല കരഞ്ഞു, ഗത്സമേനും കരഞ്ഞു, ഗദ്ഗദമുള്ളിൽ ഒതുക്കിപ്പിടഞ്ഞ് ഗലീലിയ കടൽ കരഞ്ഞു. കാരണം തങ്ങളുടെ സൃഷ്ടാവ് അതിദാരുണമായി ക്രൂശിക്കപ്പെട്ടു. പക്ഷേ എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ ഒരു ഹൃദയമാറ്റമുണ്ടോ? ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവമുണ്ടോ? അനുതാപമുണ്ടോ? ഈ കുരിശിലെ ജീവിതം, ഈ ബലി, അത് നമ്മോട് ചോദിക്കുകയാണ്. ബലിയായി മാറിയവൻ നമ്മോട് ചോദിക്കുന്നു, നിനക്കൊന്ന് കരയാൻ കഴിയുന്നുണ്ടോ? അതോ ഈ ലോകത്തിൻ്റെ വ്യഗ്രതയിൽ നീ മുന്നോട്ട് നീങ്ങുകയാണോ? അച്ഛാ, ഈ വേളയിൽ പഴയ കാലങ്ങളിൽ അച്ഛൻ പറഞ്ഞല്ലോ, അന്ന് കുരിശിൻ്റെ വഴിയിലൊക്കെ പോകുമ്പോൾ മുട്ടൂത്ത് നിൽക്കുന്ന ആ തീഷ്ണത. ഇന്ന് അച്ഛൻ ഇതൊക്കെ നോക്കിക്കാണുമ്പോൾ വിശ്വാസ വഴികളിൽ, കുരിശിൻ്റെ വഴികളിൽ ഒക്കെയുള്ള ആ പ്രാർത്ഥന തലങ്ങളിലൊക്കെയുള്ള തീഷ്ണത എത്രമാത്രമുണ്ടെന്നുള്ള ഒരു നോക്കിക്കാണൽ ഒന്ന് പങ്കുവയ്ക്കൂ. തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് എല്ലായിടത്തും സഹനമാണ്. ബുദ്ധിമുട്ടുണ്ട്, ഒത്തിരി ബുദ്ധിമുട്ട്. സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, ദാരിദ്ര്യമുണ്ട്. അപ്പോൾ സഹനത്തിൻ്റെ നീണ്ട നിരയുടെ മധ്യയാണ് കുരിശിൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്യുന്നത്. പെട്ടെന്ന് കുരിശായിട്ട് ബന്ധിപ്പിക്കാൻ നമുക്ക് കഴിയും, വേദനയും നിസ്സഹായതയൊക്കെ. അപ്പോൾ ആ യാത്ര നമുക്കൊരു ബലം തരലാണ്, ഒരു ആത്മവിശ്വാസം തരലാണ്. ദുഃഖവെള്ളി തീരില്ല എന്നൊരു കാഴ്ചപ്പാട് നമുക്ക് തരിക. പല പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കാനുള്ള കരുത്തപ്പം നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ അന്നത്തെ ആ ജീവിതം, കുരിശിനോട് ചേർന്നുള്ള യാത്ര, വേദനയിൽ പങ്കുചേർന്നുള്ള യാത്ര, പിന്നീട് പല പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാനുള്ള ക്രൈസിസ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ആത്മവിശ്വാസം. കാരണം ദുഃഖവെള്ളി തീരുന്നതല്ല, ഒരു വാതിലാണ് വേദനയും സഹനങ്ങളെല്ലാം, അതിനപ്പുറം ഒരു ലോകമുണ്ട് എന്ന ചിന്ത നൽകിയിട്ടുണ്ട്. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാം ഇൻസ്റ്റൻറ്റ് ഉത്തരം വേണം. എല്ലാം ഇൻസ്റ്റൻറ്റ് കോഫി എന്ന് പറഞ്ഞതുപോലെ പെട്ടെന്ന് പരിഹാരം വേണം എല്ലാത്തിനും. അപ്പോൾ ആ ശ്രമത്തിനിടയിൽ വേദന സഹിക്കുന്നതിനും കാത്തിരിക്കാനും മനുഷ്യ സമയമില്ലാത്ത മട്ടാണ്. കുരിശിൻ്റെ വഴി ഒരു ചുരുങ്ങിയ സമയ ക്ലിപ്തതയ്ക്കുള്ളിൽ ചെയ്ത് തീർത്ത് പോകണം. അത് നിന്നോ, ഏറ്റവും പറ്റുമെങ്കിൽ ഇരുന്നോ തീർത്ത് പോകണം. അത് ക്ലിപ്തതയിൽ തീർത്ത് പോകണം എന്നുള്ളതാണ്. അപ്പം സഹനമായിട്ട് ബന്ധിപ്പിച്ചല്ല അത് പോകുന്നത്, അത് റിച്വലായിട്ട് പോകണമെന്നുള്ളതാണ്. പണ്ട് ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണ്, എല്ലായിടത്തും സഹനമാണ്. ആ സഹനത്തിന് അർത്ഥവും കൂടെ കണ്ടെത്തിയുള്ള യാത്രയാണ്. അർത്ഥം യാത്ര കണ്ടെത്തി പോകുമ്പോൾ ഈ കുരിശൊക്കെ രക്ഷാകരമാണ്, അത് വീണ്ടെടുക്കാൻ സഹായിക്കുന്നു, ഈശോയുടെ കുരിശോടൊപ്പം ചേർത്ത് വയ്ക്കുമ്പോൾ എന്ന് മനസ്സിലാക്കിയുള്ളൊരു യാത്ര അറിയാതെ ഇവരുടെ ഉള്ളിൽ കടന്നു വരുന്നുണ്ട്. ഇപ്പോൾ കുരിശിന് വഴി പോകുന്ന വെള്ളിയാഴ്ചയുണ്ട്, അത് ഇത്ര സമയം റിച്വലായിട്ടുണ്ട്, അത് പങ്കുചേരണം, ബാക്കിയെല്ലാം എല്ലാം ഉടനെ പരിഹാരം ഉണ്ടാകണം, കാത്തിരിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നൊരു പ്രശ്നം വരുമ്പോൾ ഇന്ന് തളർന്നു പോകുന്നുള്ളതാണ്. അല്ലെങ്കിൽ പെട്ടെന്ന് ഉത്തരം നൽകാൻ പറ്റുന്ന ഓൾട്ടർനേറ്റീവിലേക്ക് പോവുകയാണ്. ചിലർ മയക്കുമരുന്നിലേക്കോ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ പോവുകയാണ്. പെട്ടെന്ന് പരിഹാരം കിട്ടണം. അത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയൊരു പ്രതിസന്ധിയാണ്. ഈ പൊതുസമൂഹത്തെയും സഭയെയും ബാധിച്ചിട്ടുള്ള ഒരു, നമ്മുടെ ആത്മീയ ശുശ്രൂഷകളെല്ലാം ബാധിച്ചിട്ടുള്ളൊരു പ്രശ്നമാണ് പെട്ടെന്ന് പരിഹാരം കിട്ടുക എന്നുള്ളത്. സഹനത്തിൻ്റെ വഴി, കുരിശിൻ്റെ വഴി എന്ന് പറയുന്നത് അത് സാവകാശത്തിൻ്റെ വഴിയാണ്, ക്ഷമയുടെ വഴിയാണ്, കാത്തിരിപ്പിൻ്റെ വഴിയാണ്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഉയർപ്പുണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിന് ഇന്നത്തെ തലമുറയിൽ അത്ര ഒരുങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. പണ്ടുള്ള ഈ ആത്മീയ ശുശ്രൂഷകളൊക്കെ നിരന്തരമായി നടന്നുകൊണ്ട് മനസ്സ് ഒരുങ്ങുകയാണ്, മെരുക്കപ്പെടുകയാണ്. നമ്മൾ ദൈവത്തിൻ്റെ ഇടപെടലിന് വേണ്ടിയിട്ട് കാത്തിരിക്കാൻ, സാവകാശം കൊടുക്കാനും ക്ഷമയോടെ പ്രതീക്ഷിക്കാനും നമ്മൾ പഠിച്ചു വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത് ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് എന്ന സത്യമാണ്. എങ്കിലും ഇത്രയെങ്കിലും വരുന്നുണ്ടല്ലോ, ഈ കുരിശിൻ്റെ വഴി പങ്കുചേരുന്നുണ്ടല്ലോ, എന്നിട്ട് രക്ഷയുടെ അനുഭവം മേടിക്കാനായിട്ട് വരുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. കുരിശിൽ പ്ലാൻ എ മാത്രമേ ഉള്ളൂ, പ്ലാൻ ബി ഇല്ല. പിതാവിൻ്റെ ഹിതം നിറവേറ്റുക എന്നുള്ളതാണ് കുരിശിൻ്റെ വഴി. ഈ കാൽവരി ഈശോ ചെയ്ത അതാണ്.
ഓൾട്ടർനേറ്റീവ് ഇല്ല അതിന്. പക്ഷേ ഇന്ന് ഓൾട്ടർനേറ്റീവാണ് ആൾക്കാർ നോക്കുന്നത്. പ്ലാൻ ബി എന്തൊക്കെയുണ്ട്, അല്ലെങ്കിൽ പ്ലാൻ സി എന്തൊക്കെയുണ്ട്, അത് നോക്കണമെന്നുള്ളതാണ് ചുറ്റും നോക്കുമ്പോൾ കാണുക. പ്രിയമുള്ളവരെ, പഴയ തലമുറയും പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ പൂർവികർ, അച്ഛൻ പറയുകയായിരുന്നു, അന്ന് കഷ്ടപ്പാടുണ്ട്, വേദനകളുണ്ട്, ദാരിദ്ര്യമുണ്ട്, അങ്ങനെ സഹനങ്ങളുടെ വഴിയുണ്ട്. പക്ഷേ അവരെല്ലാം പ്രത്യാശയോടെ കാത്തിരുന്നു. ക്രൂശിതനിൽ ജീവിതം ചേർത്ത് ആ ജീവിതത്തെ മുന്നോട്ട് പ്രത്യാശയോടെ നീങ്ങുവാൻ ഇടയാകത്തക്കവണ്ണം ജീവിച്ചു. പക്ഷേ ഇന്ന് ക്ഷമയില്ല. ഉടനുടനെ ഉത്തരം കിട്ടണം, പരിഹാരം കാണണം. പരിഹാരം ഒന്നേ ഉള്ളൂ, അത് ക്രൂശിതനായ നമ്മുടെ ഈശോ. അപ്പോൾ കുരിശിൻ്റെ വഴി അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും എന്നുള്ള വചനത്തിൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു. അങ്ങനെ ജീവിക്കുമ്പോൾ, കാത്തിരിക്കുമ്പോൾ, കർത്താവിൽ പ്രത്യാശ വയ്ക്കുമ്പോൾ ജീവിതം അനുഭവമാകുന്നു, അഭിഷേകമാകുന്നു, അനുഗ്രഹമാകുന്നു. അങ്ങനെയെങ്കിൽ ഇന്നും പ്രത്യാശയ്ക്ക് വകയുണ്ട്, ഇന്നും നമുക്ക് പ്രതീക്ഷയുണ്ട്. കാരണം ക്രൂശിതൻ ആ ഈശോ നമ്മളെ മാടി വിളിക്കുന്നു ആ കുരിശിൻ്റെ വഴിത്താരെ ചരിക്കുവാൻ, സഹനത്തിൽ, ക്ലേശങ്ങളിൽ ക്രൂശിതനെ നോക്കുവാൻ, ആ കുരിശോട് ചേർന്ന് നിൽക്കുവാൻ. നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് പ്രവേശിക്കാം. ഏറ്റവും പ്രാർത്ഥനാപൂർവം നമുക്ക് ഈ ഗാനം ശ്രവിക്കാം. കുരിശിന്റെ വഴി തേടി പോയിടും ഞാൻ, കുരിശിന്റെ തോളിൽ വഹിച്ചിടും ഞാൻ. കുരിശിന്റെ നാഥനെ സ്വീകരിക്കാൻ ഹൃദയം തുറന്നു വിളിച്ചിടുന്നു. കുരിശിന്റെ വഴി തേടി പോയിടും ഞാൻ, കുരിശിന്റെ തോളിൽ വഹിച്ചിടും ഞാൻ. കുരിശിന്റെ നാഥനെ സ്വീകരിക്കാൻ ഹൃദയം തുറന്നു വിളിച്ചിടുന്നു. എനിക്കായി മുറിവേറ്റു പിടയുന്ന നേരം അടിപ്പിണറാലെനിക്കേകി സൗഖ്യം. എനിക്കായി മുറിവേറ്റു പിടയുന്ന നേരം അടിപ്പിണറാലെനിക്കേകി സൗഖ്യം. എന്നാഥാ നീ വരണേ ഹൃദയത്തിൽ, എന്നാഥാ നീ തരണേ സൗഖ്യം, എന്നാഥാ നീ തരണേ. കുരിശിന്റെ വഴി തേടി പോയിടും ഞാൻ, കുരിശിന്റെ തോളിൽ വഹിച്ചിടും ഞാൻ. കുരിശിന്റെ നാഥനെ സ്വീകരിക്കാൻ ഹൃദയം തുറന്നു വിളിച്ചിടുന്നു. തിരുരക്തം ചിന്തി
തിരുരക്തം ചിന്തി നീ വിശുദ്ധീകരിക്കൂ. ആത്മാവിലെ പാപ കറകൾ കഴുകൂ. നിന്നാത്മം നിറച്ചിടണേ ഹൃദയത്തിൽ, നിൻ സ്നേഹം കവിഞ്ഞിടട്ടെ നാഥാ, നിൻ സ്നേഹം കവിഞ്ഞിടട്ടെ. കുരിശിന്റെ വഴി തേടി പോയിടും ഞാൻ. കുരിശിന്റെ തോളിൽ വഹിച്ചിടും ഞാൻ. കുരിശിന്റെ നാഥനെ സ്വീകരിക്കാൻ ഹൃദയം തുറന്നു വിളിച്ചിടുന്നു. കുരിശിന്റെ വഴി തേടി പോയിടും ഞാൻ. കുരിശിന്റെ തോളിൽ വഹിച്ചിടും ഞാൻ. കുരിശിന്റെ നാഥനെ സ്വീകരിക്കാൻ ഹൃദയം തുറന്നു വിളിച്ചിടുന്നു. ഹൃദയം തുറന്നു വിളിച്ചിടുന്നു. കുരിശിൻ്റെ വഴി തേടി ഇതാ ഞാൻ വരുന്നു. നമ്മൾ ആ ഗാനം ശ്രവിക്കുകയായിരുന്നു. അതേ പ്രിയരെ, കുരിശുകൾ ഒരിക്കലും നഷ്ടമല്ല. സഹനങ്ങൾ ഒരിക്കലും നഷ്ടമല്ല, അത് ലാഭമാണ്. സ്വർഗീയമായ പുതിയ ഉണർവിൻ്റെ ലാഭമായി മാറുന്ന അനുഗ്രഹത്തിൻ്റെ വഴിത്താര. അങ്ങനെയെങ്കിൽ ക്രൂശിതനോട് ചേർന്നുള്ള ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുമ്പോഴുള്ള സഹനങ്ങളെല്ലാം അത് കൃപയായി മാറുന്നു, പുത്തൻ അഭിഷേകത്താൽ നിറയപ്പെടുന്നു. നമുക്ക് സഞ്ചരിക്കാം. ഈ ദുഃഖവെള്ളി അതിന് അഭിഷേകം പകരട്ടെ. പ്രിയപ്പെട്ട അച്ഛ, ഒരു കുഞ്ഞ് സന്ദേശം കൂടി അങ്ങ് ഈ കൂട്ടായ്മയ്ക്ക് നൽകി പ്രാർത്ഥനയിൽ നമുക്ക് ഈ എപ്പിസോഡ് പൂർത്തീകരിക്കാം. അച്ഛൻ്റെ വിലയേറിയ ഇനി എന്താണ് ഈ ദുഃഖവെള്ളി എന്ത് നമുക്ക് പ്രദാനം ചെയ്യുന്നെന്നുള്ള ചിന്ത പങ്കുവെച്ച്. ഈ ദുഃഖവെള്ളിയാഴ്ച 2 മരപ്പലകൾ ചേർത്ത് വെച്ച ഒരു കുരിശായിട്ടല്ല എടുക്കുക. അതിനേക്കാൾ അപ്പുറം പാപിയ മനുഷ്യനെ ദൈവം തേടി വരുന്നതായിട്ടും അവൻ്റെ മാലിന്യം കഴുകി ചേർത്ത് പിടിച്ച ഈശോയുടെ സഹനത്തിൻ്റെ ആകത്തുകയായിട്ടാണ്. അതൊരു വീണ്ടെടുപ്പാണ്. രക്ഷയ്ക്കായിട്ട് ദൈവം സ്വയം മരിച്ചതിൻ്റെ ബലിയർപ്പിച്ചതിൻ്റെ ദിനമാണ്. ദൈവത്തിൻ്റെ ദിവസമാണ് ദുഃഖവെള്ളിയാഴ്ച. ആ ദൈവത്തോട് ചേർന്ന് നിൽക്കുക, കർത്താവിനോട് ചേർന്ന് നമ്മുടെ കുരിശുകൾ വയ്ക്കുക, നമ്മുടെ വേദനകൾ വയ്ക്കുക, നമ്മുടെ ആഗ്രഹങ്ങൾ വയ്ക്കുക. അത് രക്ഷാകരമാകും. ഇന്നും ആ വീണ്ടെടുപ്പിൻ്റെ തുടർച്ചയുണ്ട്. നമ്മുടെ കുരിശുകൾ ഈശോയുടെ കുരിശിനോടൊപ്പം ചേർത്ത് വയ്ക്കുമ്പോൾ, ഈശോയുടെ സഹനത്തോടൊപ്പം ചേർത്ത് വയ്ക്കുമ്പോൾ ആ വീണ്ടെടുപ്പിൻ്റെ തുടർച്ച ഇന്നും ഉണ്ടാവുകയാണ്. നമ്മുടെ വ്യക്തിപരമായ എല്ലാം പൂർത്തിയാക്കിയിട്ടാണ് ഈശോ പോയത്. ഒന്നും മിച്ചം വച്ചിട്ടില്ല. നമ്മുടെ ജീവിതത്തിലും സഹനമുണ്ടെങ്കിലും വേദന ഉണ്ടെങ്കിലും ഒന്നും മിച്ചം വയ്ക്കരുത്. അത് അവൻ്റെ അവസാന തുള്ളി വരെ കുടിച്ച് തീർക്കണം. ആ കാസ അപ്പോഴാണ് ദൈവത്തിൻ്റെ ഹിതത്തിന് ചേർന്നിട്ടുള്ള ബലിയർപ്പണമായിട്ട് മാറുകയുള്ളൂ. അപ്പോൾ ദുഃഖവെള്ളിയാഴ്ച ഒരു വാതിലാണ്. ദുഃഖവെള്ളിയാഴ്ച തീരുകയല്ല, ഈസ്റ്ററിലേക്കുള്ള വാതിലാണ്. അപ്പോൾ വെള്ളി എന്ന് പറയുന്നത് ഞായറാഴ്ചത്തേക്കുള്ള വാതിലാണ്, രക്ഷയിലേക്കുള്ള വാതിലാണ്. അപ്പോൾ ഈ ദുഃഖവെള്ളിയാഴ്ച നമ്മൾ ഒരുമിച്ച് കൂടി നമ്മുടെ വേദനകളെല്ലാം ഈശോടൊപ്പം ചേർത്ത് വയ്ക്കുന്നത്, ആ കുരിശോടൊപ്പം ചേർത്ത് വയ്ക്കുന്നത്, കാൽവരിയോടൊപ്പം ചേർത്ത് വയ്ക്കുന്നത്
രക്ഷയിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ്, ആ ഉത്ഥാനത്തിൽ പങ്കുചേരാൻ വേണ്ടിയിട്ടാണ്, ആ ഭാഗത്തിൻ്റെ അംശം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിന് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്നും ആ വീണ്ടെടുപ്പിൻ്റെ അനുഭവം, കർത്താവ് തിരിച്ചവരോണ്ട് കഴിവ് വെടിപ്പാക്കപ്പെട്ട ആ ഒരു അനുഭവം എല്ലാ ശ്രോതാക്കളും കിട്ടട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും അവിടുത്തെ കാവലിൽ നമ്മുടെ ജീവിതം മുഴുവൻ സുരക്ഷിതമായിരിക്കുകയും ചെയ്തെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. Oh,